ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. എന്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഷെറാറ ടൈപ്പ്. അതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വിചാരിക്കുന്നത്. അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഗറാറ എന്നും കൂടെ പറയും. പക്ഷെ ഞാൻ ഷെറാറ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളും അതിൻ്റെ ലൈസും ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അളവിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളും എങ്ങനെയാണ് എടുക്കുന്നതും അതേപോലെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താക്കാം, ഇത് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് വേണ്ട അളവും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അളവ് കറക്റ്റ് എനിക്കറിയാം, പക്ഷെ ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് അളവ് എടുക്കണം. അപ്പോൾ അത് അളവ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ അളവ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേറൊരു പാട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഒരു അളവ് വേണം. ആ ഒരു അളവ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് എടുക്കേണ്ടത്. അപ്പം ഇവിടുന്ന് ഇവിടം വരെ അളവ് ഞാൻ എടുക്കുന്നത് 15 എൻ്റെ ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത്. 15 ഇതിൻ്റെ അളവ് വരുന്നത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു. ടോപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്താണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ 2.5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് തൊട്ട് ഇവിടം വരെ ഒരു പാർട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പാർട്ട്, അങ്ങനെ ചെയ്യണം. കൂടാതെ നമുക്ക് ഞാൻ ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ക്ലോത്ത് വേണ്ടതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചത് 2.5 മീറ്റർ ആണ്. ഇതാണ് വരുന്നത്. ഇങ്ങനെ കട്ടിങ്ങിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചിടാം. ഈ ഒരു ക്ലോത്തിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇത് പാൻറ്റിനും ഷാളിനും വേണം. ഇത് ഞാൻ 5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. പാൻറ്റ് നമ്മളൊരു ലൂസ് പാൻറ്റുള്ളത്, പലാസാൻ്റെ കുറച്ച് ലൂസായിട്ട് വരുന്ന പാൻറ്റും അതേപോലെ തന്നെ ഷാളും കൂടെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 5 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. ഈ തുണി രണ്ടും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ലൈനിങ് ക്രേപ്പ് തുണിയാണ്. ഇത് ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊരു 6-7 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിന് വേണം. പാൻറ്റിന് ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിച്ച് കഴിയുമ്പം ഇങ്ങനെ തൂങ്ങിക്കിടക്കും താഴോട്ടൊക്കെ. ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു 3/4 ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 7 മീറ്റർ വാങ്ങിയിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ തുണി. അതേപോലെ തന്നെ ഇതാ ലൈസ്, ഷാളിന് വെച്ച് കൊടുക്കുന്ന ലൈസാണ്. ഞാൻ ഇതിൻ്റെ കൈക്കും കൂടെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഷാളിൻ്റെ എല്ലാ അറ്റത്തുമാണ് ഇത് വെക്കുന്നത്. ഇത് ഞാനൊരു 8 മീറ്റർ വാങ്ങിയിട്ടുണ്ട് ലൈസ്. ഇനി നമുക്കിത് തുണി നേർത്താം. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും തുണി എടുക്കുമ്പം ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ലാത്ത രീതിയിൽ തുണി എടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഫുള്ള് നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മടക്കണം. ഫസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യണം. ഇവിടെ കുറച്ച് ഭാഗം ഫ്ലവേഴ്സ് ഇല്ലാത്തതുണ്ട്. അപ്പോൾ നമ്മളത് ചിലപ്പം അടിച്ച് കഴിഞ്ഞാലായിരിക്കും നമ്മളത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കണം, ചെയ്യുമ്പോൾ തന്നെ വേസ്റ്റ് ഭാഗത്തേക്ക് പോകുന്നിടത്ത് അത് പോട്ടെ, കുഴപ്പമില്ല. അല്ലാതെ ചെയ്യുമ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ മടക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം വേസ്റ്റ് പോകുന്ന രീതിയിൽ ഞാൻ അളവെടുത്തിട്ടുണ്ട്. ഞാൻ അളവ് നമ്മൾ ഫുൾ എടുക്കുന്നത് 12 12 എടുക്കുന്നത് ലെങ്ത് അല്ല, വിഡ്ത്താണ് ഞാൻ 12 എടുക്കുന്നത്. ലെങ്ത്ത് നമുക്ക് വേണ്ടത് 15 ഈ ഒരു വിഡ്ത്ത് 12 എടുക്കാം. എനിക്കൊരു 10 അളവ് വേണ്ടത്. 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് 12 എടുക്കുന്നുണ്ട്. അതിപ്പോൾ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനേക്കാട്ടും നമ്മൾ കൂടുതൽ 2 ഇഞ്ച് എടുക്കണം. അപ്പോൾ എൻ്റെ അളവ് കറക്റ്റ് ഷേപ്പ് വരുന്ന 10. അപ്പോൾ 12 അളവിൽ ഞാൻ വേസ്റ്റ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു അളവിൽ ഇങ്ങനെ മടക്കാം. എന്നിട്ട് തുണി ഇങ്ങനെ മടക്കണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കുക. ഈ ഒരു മടക്കിൽ നമുക്ക് 15 വേണ്ടത്. എൻ്റെ അളവ് കറക്റ്റ് 15 എടുത്തത്. എന്നിട്ട് ഈ ഒരു പീസ് ഞാൻ പറഞ്ഞു, ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൽ ബാക്കി കഴുത്തും അതുപോലെ ഷോൾഡറും കൈക്കൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ ബാക്കി വരുന്ന തുണിയിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഇതാ ഈ ഒരു അളവിൽ ഞാൻ മടക്കിയിട്ടുണ്ട്. മടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി, എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി. ഇങ്ങനെ മടക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ഒരിക്കലും വേസ്റ്റ് ആവാൻ പാടില്ല. ഈ ഒരു ക്ലോത്ത് ആകുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഡ്രസ്സിന് നമ്മൾ ചെയ്യുമ്പോൾ ചെറിയൊരു പീസ് കൈക്കോ അതേപോലെ തായലോ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഈ ഒരു പീസ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് വേസ്റ്റ് ആക്കരുത്. നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഷോൾഡറും ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം അത് അയണൊക്കെ ചെയ്തിട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചത്. ഇതാ ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞിട്ട് ഈ പീസൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഈ പീസ് മാത്രം മതി നമുക്കിപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് ഭാഗവും അതേപോലെ ബാക്ക് ഭാഗവും ഇങ്ങനെ 4 വശം ആക്കിയിട്ടുള്ള ഇങ്ങനെ ഒരു തുണിയാണ് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഫസ്റ്റത്തെ തുണി ഞാനിതാ ഇങ്ങനെ മടക്കി, രണ്ടാമത് ഇങ്ങനെയും മടക്കി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്താനൊക്കെ കുറച്ചും കൂടെ നല്ലതാണ്. ഈ ഒരു രീതിയിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ
കുറച്ചും കൂടെ ബെറ്ററാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടത് നെക്ക് വേണം, ഷോൾഡർ വേണം, ആം ഹോൾ വേണം. അതിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് നെക്കിൻ്റെ അളവാണ്. നെക്കിൻ്റെ അളവ് ഞാൻ പറഞ്ഞു എൻ്റെ അളവിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അളവ് എന്നല്ല, ഏകദേശം ഈ ഒരു അളവിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് 2.5 എടുത്തിട്ട് ചെയ്താൽ മതി. ചെറിയ കുട്ടിക്കാണ് അളവിൽ വ്യത്യാസം വരുന്നുള്ളൂ. കുറച്ചും കൂടെ തടിയുള്ള ആളാണെങ്കിൽ 3 എടുത്തിട്ട് ചെയ്യാം. ഏകദേശം ഒരു മിനിമം ഏവറേജ് തടിയുള്ള ആളാണെങ്കിൽ അധികം ആൾക്കാർക്കും 2.5 എടുത്തിട്ടാണ് നമ്മൾ നെക്ക് ചെയ്യാറ്. അതേപോലെ തന്നെ ഷോൾഡർ ഞാൻ അടയാളപ്പെടുത്തുന്നത് 3.5 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആം ഹോൾ എന്ന് പറയുമ്പം നമ്മളെ കൈക്കുഴിയാണ്. കൈക്കുഴി വരേണ്ടത് 5.5 ഞാൻ എടുക്കുന്നത്. 5.5 നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യാം. ഒന്നുകൂടി പറയാം, നെക്ക് നമ്മൾ എടുത്തത് 2.5, ഷോൾഡർ എടുത്തത് 3.5, കൈക്കുഴി ഞാൻ എടുത്തത് 5.5. കൈക്കുഴി ഇതേപോലെ സ്ക്വയറിൽ വരണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക്. പിന്നെ നമ്മളിത് മൊത്തം അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് കറക്റ്റ് ആണോ നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടിയത് എനിക്ക് 6. അതുപോലെ ഇവിടെയും നോക്കുക, കറക്റ്റ് ആണുള്ളത് 6. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കറക്റ്റ് ആയിട്ട് തോന്നും. ചിലപ്പോൾ നമ്മൾ ലൈനൊക്കെ വരക്കുമ്പോൾ രണ്ടും നമ്മൾ വ്യത്യാസം വരുമ്പോൾ നമ്മൾ കൈക്കുഴിക്ക് വെട്ടുമ്പോൾ കറക്റ്റ് പെർഫെക്ഷനായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്ഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചെയ്യേണ്ടത് ഞാൻ മുന്നേ ഉടുപ്പൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ ഈ ആം ഹോളിന് കറക്റ്റ് അളവുണ്ട് എന്നുള്ളത്. ഉടുപ്പിനാകുമ്പോൾ അങ്ങനെ അളവില്ല. ആം ഹോളിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരുന്ന ഈ ഒരു കോണ് ഭാഗം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വേണ്ട അളവ് 1.5. 1.5 അളവിൽ ഇവിടെ അടയാളപ്പെടുത്തുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ എല്ലാവർക്കും കാണുന്നുണ്ട് അവർക്ക്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കോർണർ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 അടയാളപ്പെടുത്തുക. ഒന്നും കൂടെ ഞാൻ പറയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3. നമ്മൾ വേറൊരു തുണിയിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മുന്നേ പഠിപ്പിക്കുമ്പോൾ ഒക്കെ ഞാനിവിടെ എഴുതി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5, അതേപോലെ 1.5, 3 എന്നുള്ളത് എഴുതി കൊടുക്കാറുണ്ട്. ഞാൻ ഈ ക്ലോത്തിൽ തന്നെ എഴുതാറുണ്ട്. ഇത് ഞാൻ കുറച്ചും കൂടെ നല്ല തുണിയായതുകൊണ്ട് ഇതിൽ ഞാൻ എഴുതുന്നില്ല. ഇത് ഞാനിങ്ങനെ റൗണ്ടിൽ ഈ ഒരു അളവിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയത്. ഇതാണ് നമ്മൾ ആം ഹോൾ വരുന്നത്. അപ്പം ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞു ഷേപ്പിൻ്റെത് എൻ്റെ അളവ് വരുന്നത് 10. അപ്പം ഈ കൈക്കുഴി വരെ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നെക്സ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് ഫസ്റ്റ് ഷേപ്പാണ്. ഫസ്റ്റ് ഷേപ്പ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എൻ്റെ അളവിൽ ഞാൻ ചെയ്യുന്നത് 10. 10 അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ അളവാണ് 10. ഇപ്പം നമ്മൾ ഓൾ റൗണ്ട് ടേപ്പിൽ അളവെടുക്കുമ്പം കറക്റ്റ് അളവാണ് എൻ്റെ 10 വരുന്നത്. അതിനെക്കാട്ടും 2 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കണം. 2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേസ്റ്റാണ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടണമെങ്കിലൊക്കെ വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത്. അപ്പം 12 കറക്റ്റ് അളവ് വേണ്ടത്. 10 + 2 12 അങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത അളവ് സെക്കൻഡ് അളവ് ഷേപ്പാണ്. അത് ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓൾറെഡി ഞാൻ 15 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പം നമ്മൾ ചുരിദാറൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെയല്ല വരും, അതിലും കുറച്ചും കൂടെ മേലോട്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് അളവ് ഞാൻ ഇവിടെ 10 കൊടുത്തു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്കൊരു 9.5 9 അങ്ങനെ ചെയ്യാം. ഞാൻ 9 കൊടുക്കുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏവറേജ് അളവുള്ള ഒരാൾക്ക് മിക്ക ആൾക്കാർക്കും ഈ ഒരു അളവായിരിക്കും. അപ്പം ഇവിടെ ഞാൻ കൊടുത്തത് 10, അതിൻ്റെ കൂടെ +2 ചെയ്തു 12. ഇവിടെ ഞാൻ കൊടുക്കുന്നത് 9, അതിൻ്റെ കൂടെ +2 ഞാൻ ചെയ്തു. അപ്പോൾ ഇവിടെ 11. അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മളിത് 2 അളവ് അടയാളപ്പെടുത്തി. ഇത് 10, ഇത് 12, ഇത് 9, ഇത് 11. ഇത് 2 അളവ് വന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇതെൻ്റെ കറക്റ്റ് ഷേപ്പാണ്. ഇത് വേസ്റ്റ് വേണ്ടിയിട്ടുള്ള ഷേപ്പാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഇത്ര അളവ് എന്താ വന്നതെന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഈ ഒരു ഇവിടുന്ന് ഇവിടുത്തെ വരെയുള്ള പാർട്ട് ഞാൻ ചെയ്തുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേറെ പാർട്ട് ചെയ്യാനായിട്ട്. ചുരിദാറൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നെക്ക് നമ്മൾ കട്ട് ചെയ്യാണ്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. നമുക്കിപ്പോൾ ഷോൾഡർ മാത്രം കട്ട് ചെയ്താൽ മതി. നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്യണം. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഈടാക്കുന്നുണ്ട്. അപ്പം ഷോൾഡർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു രീതിയിൽ തുണി ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ ഈ ഒരു രീതിയിലൊക്കെ കട്ട് ചെയ്യുമ്പം അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പം ഇങ്ങനെ വെക്കുക, തുണി ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ നെക്കല്ല കട്ട് ചെയ്യുന്നത്, കൈക്കുഴിയാണ്. അപ്പോൾ കൈക്കുഴി കട്ട് ചെയ്ത് എടുത്ത് മാറ്റണം. നെക്ക് ഒരിക്കലും കട്ട് ചെയ്ത് പോകരുത്, അടയാളപ്പെടുത്തിയിട്ട്.
ഞാൻ പറഞ്ഞു നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടും വെട്ടിപ്പോരുത്, ഈ ഒരു റൗണ്ടിൽ തന്നെ വെട്ടിയെടുക്കണം. ഇവിടെ നമ്മൾ ഷേപ്പാക്കിയത് ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഷേപ്പിൽ ഒരിക്കലും കട്ട് ചെയ്ത് പോരുത്, അപ്പോൾ നമുക്ക് അടിക്കാനൊന്നും ക്ലോത്ത് ഉണ്ടാവില്ല. നമ്മൾ സെക്കൻഡ് ഷേപ്പ് എത്തുന്നിടത്ത് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബൈ ചാൻസ് കട്ട് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് കട്ട് ചെയ്യാൻ പാടില്ല, സെക്കൻഡ് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഈ ഒരു രീതിയിലാണുള്ളത്. ഇത് നമ്മൾ ഷേപ്പ് അളവ് ഇങ്ങനെയുണ്ട്, ഈ ഒരു അളവും. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫ്രണ്ട് ഭാഗം അതുപോലെ ലൈനിങ്ങും രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കൈക്കുഴി മാത്രം ഇങ്ങനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്യാൻവാസിലാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്ക് ഞാൻ കട്ട് ചെയ്യില്ല, ക്യാൻവാസിൻ്റെ മുകളിൽ അയൺ ചെയ്തിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ലൈനിങ്ങിൻ്റെതും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തിന് ലൈനിങ് ആയി. ബാക്ക് ഭാഗത്തിനും ലൈനിങ് ആയി. ഈ രണ്ട് ഭാഗത്തിനും ലൈനിങ് ഓൾറെഡി ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ താഴത്തേക്കുള്ള പീസ് വേണം, അത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചത് ഈ ഒരു ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തത്. നമുക്ക് ഇവിടുന്ന് ഞാനൊരു മുട്ട് വരെയുള്ള ഭാഗം അംബ്രല ടൈപ്പിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇവിടം വരെ 15 വരുന്നത്. അതിൻ്റെ ബാക്കി എനിക്ക് ടോട്ടൽ അളവ് വരുന്നത് 37. അപ്പോൾ 15ൻ്റെ ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് എടുത്തിട്ട് അംബ്രല കട്ടിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ഇതാണ് തുണി. ഓൾറെഡി ഞാൻ നേരത്തെ എടുത്തു വെച്ച തുണിയാണ്. ഇപ്പം ഇങ്ങനെ നിവർത്തി വെച്ച തുണി നമ്മൾ അംബ്രലയ്ക്ക് വേണ്ടിയിട്ട് ഉടുപ്പായാലും എന്ത് ഡ്രസ്സാണെങ്കിലും മീൻസ് ഇപ്പം ഒരു ലെങ്ത്ത് കൂട്ടണമെങ്കിൽ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലെങ്ത്ത് കൂട്ടിയാൽ മതി. അപ്പോൾ ഇതാ ഈ ഫസ്റ്റ് തന്നെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു സെയിം ഡ്രസ്സിന് ചുരുക്കിടുമ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ തന്നെ നമുക്ക് ചുരുക്കിട്ടിട്ട് എടുക്കാം. ഞാൻ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു അംബ്രല കട്ടാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഇങ്ങനെ ക്രോസ് ആക്കാം. ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു അംബ്രല കട്ടിൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു അളവ് ഞാൻ എൻ്റെ അളവിലാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ലെങ്ത്തൊക്കെ ഞാൻ ഇവിടുന്ന് മുട്ട് വരെയുള്ള അളവ് അടയാളപ്പെടുത്തുന്നത്. അതല്ല അതിലും കൂടുതൽ വേണമെന്നാണെങ്കിൽ ഇതിലും കുറച്ചും കൂടെ കൂടുതൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാ ഈ ഒരു കോണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് നമ്മളെ ഇവിടെ അടയാളപ്പെടുത്താം. നമ്മളെ ഷേപ്പിൻ്റെ ഭാഗം എത്രയാണോ വരുന്നതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്താം. ഇവിടെയാണ് എൻ്റെ അളവ് വരുന്നത് 8 8 അളവിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് 9 ഉള്ള ആൾക്ക് 9 കൊടുക്കാം, 10 ഉള്ള ആൾക്ക് 10 കൊടുക്കാം. അതിൽ കുറവാണെങ്കിൽ 7 ആണെങ്കിലും 6 ആണെങ്കിലും ഒക്കെ ആ ഒരു അളവിൽ കൊടുക്കാം. ഞാൻ 8ലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അംബ്രല കട്ടിന് ഞാനിവിടെ ഷേപ്പിൻ്റെ ഭാഗം ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഭാഗം അടയാളപ്പെടുത്താനായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ മുട്ട് വരെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 22 എനിക്ക് അളവ് വേണ്ടത്. ഫസ്റ്റ് ഞാനിത് ഇവിടെ 22 എടുത്തിട്ടുണ്ട്. നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ എപ്പോഴും ഇവിടെയാണ് നമ്മളെ ലെങ്ത് നോക്കേണ്ടത്. ഈ ഭാഗം ഓൾറെഡി നമുക്ക് തുണി ക്ലോത്ത് കൂടുതലായിട്ട് ഉണ്ടാവും, ഈ ഭാഗം നമുക്ക് ക്ലോത്ത് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ അളവെടുക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് അളവ് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. ഇവിടെ ഞാൻ 22 അടയാളപ്പെടുത്തി. നമ്മൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇവിടെയാണ് നമ്മൾ അളവിൻ്റെത് നോക്കേണ്ടത്. അപ്പുറത്തെ ഭാഗം നോക്കരുത്, ലെങ്ത്ത് അപ്പുറത്തെ ഭാഗം എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ 22 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലും ഞാൻ 22 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു സൈഡ് വരുന്ന ഭാഗത്തും കൂടെ 22 അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് 22 വരുന്ന 3 അളവുണ്ട്. ഇവിടെയുണ്ട്, അതേപോലെ ഇവിടെയുണ്ട്, അതേപോലെ ഇവിടെയുണ്ട്. നമുക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടണം. അതേപോലെ ഇവിടെയും ഞാൻ 8 എടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് റൗണ്ടാക്കിയിട്ട് എടുക്കാം. ഈ ഒരു രീതിയിലാണ് അംബ്രല കട്ട് നമുക്ക് കിട്ടുക. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വെച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ഇത് നമുക്കിനി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ ഓപ്പൺ ചെയ്തു, ഇങ്ങനെ ഓപ്പൺ ചെയ്തു. ഇത് എങ്ങനെയാണ് ഉണ്ടാവുക, ഈ ഒരു രീതിയിൽ നമ്മളിവിടെ വെക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. മേലെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഓൾറെഡി, താഴെ ഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക.
ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തു. അതേപോലെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു. ലൈനിങ്ങും കട്ട് ചെയ്തു, അതേപോലെ ക്ലോത്തും നമ്മൾ കട്ട് ചെയ്തു. ക്ലോത്തിനെക്കാട്ടും ഒരു 1.5 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്യണം ലൈനിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രേപ്പ് തുണി ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് നമ്മൾ ലൈനിങ്ങിനനുസരിച്ച് നമ്മൾ കോട്ടൺ ചുരിദാറിൻ്റെ അടിയിൽ വെക്കുന്ന ലൈനിങ് പോലെ അല്ല ഇത്. കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തൂങ്ങിപ്പോവും. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെക്കാട്ടും ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് എടുത്തത്. അപ്പം നമ്മൾ 22 അളവിൽ ചെയ്യുമ്പോൾ അതിനെക്കാട്ടും 1.5 ഇഞ്ച് അളവിലാണ് ലൈനിങ് കട്ട് ചെയ്യേണ്ടത്. ഇതെന്നല്ല, ഏത് ഡ്രസ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് നീറ്റായിട്ട് കിട്ടും. കറക്റ്റ് ലെങ്ത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ അലക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തൂങ്ങി നിൽക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എല്ലാം കട്ട് ചെയ്തതിന് മേലെ ഭാഗം താഴെ ഭാഗം ഒക്കെ കട്ട് ചെയ്തതിന് നമുക്ക് കട്ട് ചെയ്യേണ്ടത് കൈയാണ്. കൈക്ക് ഇതാണ് എനിക്ക് ഫൈനൽ ക്ലോത്ത് ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം കൈ. അപ്പോൾ നമ്മൾ കൈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മടക്ക് വശം ഇങ്ങനെ വരുന്ന രീതിയിലൊക്കെയാണ്, ഇവിടെ വരുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്യാറ്. പക്ഷേ ഇതെനിക്ക് അങ്ങനെ കിട്ടില്ല. അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കൈ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ മടക്കി ഇങ്ങനെ 2 മടക്ക് മടക്കിയിട്ടുണ്ട്. കൈൻ്റെ ലെങ്ത്ത് എൻ്റെത് വരുന്നത് 23 അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം നമുക്ക്. 23ൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുത്താൽ 24.5 കിട്ടും. ലെങ്ത്താണ് 24.5. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 24.5 എടുക്കുക ലെങ്ത്ത്. അതേപോലെ വിടുത്ത് വരുന്നത് 9 വേണ്ടത്. പക്ഷെ ഞാൻ 10 എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് വലിയാൻ കുറച്ച് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 10 അളവിൽ എടുത്തിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിടുത്ത് 10ഉം അതേപോലെ 24 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ ഭാഗമായാലും കുഴപ്പമില്ല, ഈ ഭാഗമായാലും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 എടുക്കുക. 3 എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കണം. കൈക്ക് വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ ഇങ്ങനെ ഇവിടുന്ന് ഈ ഒരു അറ്റത്തേക്ക് ഇങ്ങനെ കൊടുക്കുക. 3 ഇങ്ങനെ റൗണ്ടായിട്ട് കൊടുക്കുക. ഒന്നും കൂടെ ഞാൻ പറയാം. ഈ ഒരു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 എടുത്തിട്ടുണ്ട്. 3 മേലോട്ടേക്ക് ഇങ്ങനെ കൊടുക്കുക. കൈക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മേലോട്ടേക്കാണ് കൊടുക്കേണ്ടത്. അതേപോലെ നമുക്ക് താഴലും കൂടെ വേണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എൻ്റെ അളവ് വരുന്നത് 5.5 അപ്പം ഞാനൊരു 7 എടുക്കുന്നുണ്ട്. മടക്കി അടിക്കാനൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഒരു 7 അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിവിടെ ജോയിൻ ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ കൈ വരിക. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവിടെയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കും. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും നമുക്കിങ്ങനെ മേലോട്ടായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൈൻ്റെ ഇവിടെയൊക്കെ ഷേപ്പ് ആക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടില്ല. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ലൈനിൻ്റെ ഇപ്പുറം ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. ഈ ലൈനിൻ്റെ ഇപ്പുറം കട്ട് ചെയ്താലും കുഴപ്പമില്ല. അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ആക്കാൻ പറ്റും. കട്ട് ചെയ്യുമ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. കൈ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് എന്താക്കണം, ഇവിടെ ഇങ്ങനെ ഒരു മടക്ക് വശം വരുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇനി നമുക്കിതിന് ചെയ്യേണ്ടത് കൈക്കുഴി കട്ട് ചെയ്യണം. നമുക്ക് കൈക്കുഴി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കൈ ഇതേപോലെ 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. ഇതിന് നമുക്ക് കൈക്കുഴിൻ്റെ ഇവിടെ അതേപോലെ ഒരു ഇത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. 1/2 ഇഞ്ചിൽ നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. ചെറുതായിട്ട് മതി, വലുതായിട്ടൊന്നും വേണ്ട. ചെറുതായിട്ട് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതി. ഇവിടെയൊന്നും അങ്ങനെയൊന്നും അധികമായിട്ടൊന്നും കട്ട് ചെയ്യണ്ട. ഇങ്ങനെ ഇവിടെ എത്തുന്ന രീതിയിൽ ഈ ഒരു കർവ് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഈ ഒരു കൈക്കുഴി ആം ഹോൾ എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കത്രിക കൊണ്ടൊരു ടെക്കിട്ട് കൊടുക്കാം. ഒന്ന് നമ്മൾ അടിക്കുമ്പം അതൊരിക്കലും മാറിപ്പോവില്ല. ഇതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് ഞാൻ ഫുള്ള് കൊടുക്കുന്നില്ല. ഈ ഒരു അളവിലേ കൊടുക്കുന്നുള്ളൂ. ബാക്കി അങ്ങോട്ടേക്ക് ക്ലോത്ത് മാത്രമാണ്. ഈ ഒരു 17 അളവിലാണ് ലൈനിങ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലൈനിങ് കൊടുക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ആ ക്ലോത്തിൽ തന്നെയാണ് ഞാൻ കൈവെക്കാൻ ഉദ്ദേശിക്കുന്നത്. കൈക്കുള്ള ലൈനിങ് ഞാൻ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഫുൾ എടുക്കുന്നില്ല, ഇത്രയും മതി എന്നുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ ഈ ക്ലോത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി എങ്ങനെയാണ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഷറാറക്ക് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. കൈ കട്ട് ചെയ്തു. അതേപോലെ അതിൻ്റെ താഴത്തെ ഭാഗം മേലത്തെ ഭാഗം ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ എന്നാലാണ് ഞാൻ ഈ കുറച്ചും കൂടെ മോഡലും കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പാൻറ് കട്ട് ചെയ്യുന്നതിലേക്ക് കടക്കാം. അടുത്ത പാൻറ്റിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 2 മടക്ക് മടക്കി ഇതാ ഇങ്ങനെ മടക്കാക്കുമ്പോൾ 4 മടക്കാക്കിയിട്ടുണ്ട്. ഇനി ഇത് അടയാളപ്പെടുത്തണം എങ്ങനെയാണെന്നുള്ളത്. ഇതാ ഈ ഒരു രീതിയിൽ ഒരു മടക്ക് മടക്കി രണ്ടാമത്തെ മടക്ക് ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമുക്ക് പാൻറ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇതിൽ അടയാളപ്പെടുത്തണം. അപ്പോൾ ഇത് 4 ഭാഗമായിട്ടാണ് ഉണ്ടാവുക. ഇതൊരു ഭാഗം ഇതൊരു ഭാഗം. അപ്പോൾ 4 മടക്കാക്കിയിട്ട് നമുക്ക് തുണി കിട്ടണം. അപ്പം ഈ ഒരു തുണി ഉള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് അളവ് വരുന്നത് 46 ഇതാ 46 ഈ തുണി വരുന്നത്. പക്ഷെ 46 ലെങ്ത് എനിക്ക് വേണ്ട, എനിക്ക് 40 ഇഞ്ചാണ് 40 ഇഞ്ചാണ് അളവിൽ എനിക്ക് വേണ്ടത്. അതിന് കൂടെ 2 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് കൂടുതലായിട്ട്. നമുക്ക് മേലെയും താഴെയൊക്കെ അടിക്കാൻ വേണ്ടി അടിക്കുമ്പോൾ കുറച്ചും കൂടെ കുറയും. അതിന് വേണ്ടി 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തുണി ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വലിയ നെയ്ച്ചും കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചധികം തുണി ഞാൻ എടുത്തിട്ടുണ്ട്. വേണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാലോ, അല്ലാതെ ആകുമ്പോൾ മതിയായിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് താഴെ ഭാഗം ഞാൻ അടയാളപ്പെടുത്തിയത് എൻ്റെ അളവ് 40 ഞാൻ അടയാളപ്പെടുത്തി 2 ഇഞ്ച് കൂടുതലായിട്ടും കൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മേൽഭാഗം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മേൽഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 16 ഇഞ്ച് എടുക്കുന്നുണ്ട്. 16 ഇഞ്ച് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ മടങ്ങും, 2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മടങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഒരു അളവും കൂടെ കുറയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 16 എടുക്കുന്നുണ്ട്. 16 ആകുമ്പോൾ 2 ഇഞ്ച് കുറയുമ്പോൾ 15 14 നമുക്ക് കറക്റ്റ് ഫിറ്റുള്ള പാൻറ് ഉണ്ടാവുക. അപ്പോൾ 2 ഇഞ്ച് കൂട്ടിയിട്ട് 16 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. 16 ഇഞ്ചിൽ ഞാനിവിടെ സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി. ഇവിടെയും ഞാൻ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 16 അടയാളപ്പെടുത്തിയിട്ടാണ് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്കിത് ഈ ഒരു രീതിയിൽ കർവ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. സ്ക്വയറിൽ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു രീതി ഉള്ളത്. ഇത് ഞാൻ 16 എടുത്ത് എന്താ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഓൾറെഡി എലാസ്റ്റിക് വെക്കുമ്പോൾ 2 ഇഞ്ച് ഇവിടെ കുറയും. അതിന് വേണ്ടിയിട്ടാണ് 16 എടുത്തത്. അപ്പം ഇത് നമുക്ക് ഇവിടെയുള്ള അളവും കൂടെ നമുക്ക് നോക്കണം എത്രയാണെന്നുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഓരോരുത്തർക്ക് എനിക്കിപ്പോൾ ഇത് നല്ലൊരു വിടത്തിൽ കിട്ടണം, ഈ ഒരു റൗണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അളവിൽ ഇത്രയും തുണി എടുത്തത്. കുറച്ചും കൂടെ കുറവളവിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്കിത് നല്ല റൗണ്ട് കിട്ടേണ്ടത് കൊണ്ടാണ് ഞാനൊരു 19 അളവിലൊക്കെ റൗണ്ട് എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും തുണി എടുത്തത്. അതല്ലാതെ കുറച്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളവ് കുറച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ചെയ്താൽ മതി. ഈ ഒരു അളവ് എന്തായാലും കറക്റ്റ് ആയിരിക്കും. ഏകദേശം പോലെ ഏവറേജ് അളവുള്ള ആൾക്കാർക്ക്, മിക്ക ആൾക്കാർക്കും ഈ ഒരു അളവാണ് വരിക. ഇവിടെ അളവിന് ഇത്ര വിടുത്ത് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ട് ചെയ്താൽ മതി ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഇവിടുന്ന് ഞാനിവിടെ 19 എടുത്തത്. ആ ഒരു രീതിയിൽ ഞാനിവിടെ ജോയിൻ ചെയ്തു. അല്ലാതെ ഞാൻ പറഞ്ഞു ഇവിടെ കുറവ് അളവെടുക്കും, അതിനനുസരിച്ച് ഇങ്ങോട്ട് ആക്കിയിട്ട് അളവ്. ഇപ്പോൾ ഏകദേശം ഒരു അളവ് പറഞ്ഞുതരാം. ഒരു 11 വേണ്ട ആളാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇവിടെ 11 അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ ഒരു 11ലേക്ക് അളവെടുത്താൽ മതി. ഇത് ഈ ഒരു വേസ്റ്റും കൂടെ നമ്മൾ നോക്കണേ. കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് കട്ട് ചെയ്ത് പോരുത്. ഇത് നമ്മൾ അളവാണ്, ഇതാണ് നമ്മളെ വേസ്റ്റ് വരുന്നത്. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു അളവിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടായി പോയാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് കൂടുതൽ തുണി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരിക്കലും ഫസ്റ്റ് അളവിൽ ഒരിക്കലും നമ്മൾ കട്ട് ചെയ്ത് പോകരുത്. അപ്പം ഈ ഒരു അളവിൽ ഇത് കട്ട് ചെയ്ത് ഇവിടെയും കൂടെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുന്നേ ആംഹോളൊക്കെ കട്ട് ചെയ്തതുപോലെ സ്ട്രെയിറ്റിൽ കട്ട് ചെയ്ത് പോരുത്. നമ്മൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു കർവിൽ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പാൻറ്റിൽ ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഇത്ര ലെങ്ത്തിൽ വേണ്ട, ഞാൻ നല്ലോണം ലെങ്ത്ത് കുറച്ചിട്ടാണ് പാൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. നമുക്കത് അധികം ലെങ്ത്ത് കൊടുത്താൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതുകൊണ്ട് ഞാനൊരു ഇത്ര അളവിലാണ് ലൈനിങ് കട്ട് ചെയ്യുന്നത്. അതിന് അങ്ങോട്ടെങ്കിൽ ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് ബാക്കി നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞ ഫുള്ള് ലെങ്ത്തിൽ വേണ്ട, ഫുള്ള് ലെങ്ത്ത് ആകുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്തത്. അതും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾ പാനൊക്കെ ആകുമ്പോൾ ലൈനിങ് വേണമെന്നില്ല, നമ്മളൊക്കെ ആകുമ്പോൾ ലൈനിങ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ എടുത്തത്. അപ്പോൾ ലൈനിങ്ങും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്തു. പാൻറ്റിന് ലൈനിങ്ങും പാൻറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇതാ ഈ ഒരു രീതിയിലാണ് പാൻറ് കിട്ടിയത്. ഇത് ഞാനിത് വെക്കുമ്പോൾ എനിക്കിത് ഒരു സ്കേർട്ട് പോലെ ഇല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തെടുത്തത്. താഴെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത്ര വേണ്ടാത്തവർക്ക് കുറച്ചിട്ടും ചെയ്യാം. പിന്നെ ഈ മേലെ ഭാഗം ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് പാൻറ് കറക്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാൻറ് വന്നത്. നമ്മൾ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് അതിന് വേണ്ടി നമുക്കിതാ ഷോളിന് വേണ്ടിയിട്ടുള്ള 2.25 മീറ്ററാണ് ബാക്കി വരുന്ന തുണി. അതിന് നമുക്ക് ഈ അറ്റത്തൊക്കെ നമ്മൾ ലൈസ് വെച്ച് കൊടുക്കണം. 8 മീറ്ററാണ് ഞാൻ വാങ്ങിച്ചത് ലൈസ്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇത് വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ ഷാളായി, അതേപോലെ മേലത്തെ ഭാഗം ഓരോന്നായിട്ട് ഞാൻ കട്ട് ചെയ്തു. കൈ കട്ട് ചെയ്തു, അതേപോലെ നമ്മുടെ അംബ്രല കട്ടിൻ്റെ ഭാഗം അത് കട്ട് ചെയ്തു, അതേപോലെ മേൽഭാഗം അത് കട്ട് ചെയ്തു. പാൻറ്റും അതിൻ്റെ ലൈനിങ്ങും ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഇത്ര ലെങ്ത്ത് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കട്ടിങ് വേറെ സ്റ്റിച്ചിങ് വേറെ 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു വീഡിയോ തന്നെ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്ത് വരുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ച് എന്താ പറയുക ഡിലേ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ തന്നെ അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കട്ടിങ് വേറെ സ്റ്റിച്ചിങ് വേറെ കൊടുക്കുന്നത്. അപ്പം എല്ലാവരും മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറൊരു ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പെട്ടെന്ന് തന്നെ വരും, ലേറ്റ് ആവില്ല. എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യും. എല്ലാവരും വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.